ഒളിവു ജീവിതം വൈകാതെ അവസാനിപ്പിക്കുമെന്ന് കോഴിക്കോട് ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാനും താമരശ്ശേരി പഞ്ചായത്ത് നിയുക്ത അംഗവുമായ ബാബു കുടുക്കിൽ. കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. സമരം അക്രമത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും ബാബു കുടുക്കിൽ 24-നോട്. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവുമായി കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാന്റെ റിപ്പോർട്ട്. സമീപകാലത്ത് കോഴിക്കോട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട്. അതിൽ സമരസമിതി ചെയർമാനായിട്ടുള്ള ബാബു കുടുക്കിൽ അദ്ദേഹം ഒളിവിലായിരുന്നു. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വന്നു ചേരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു. വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയാണ്. താമരശ്ശേരി പഞ്ചായത്ത് 11-ാം വാർഡ് കരിങ്ങമണ്ണ വാർഡിൽ നിന്നാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. ഞാൻ വാർഡിലേക്ക് പോയിട്ടില്ല. വാർഡിലെ ഒരു വോട്ടറെ പോലും നേരിട്ടോ ഫോണിലോ ബന്ധപ്പെട്ടിട്ടില്ല. അവിടുത്തെ ജനങ്ങൾ അവരോരോരുത്തരും സ്ഥാനാർത്ഥിയായി അവർ പ്രചാരണം നടത്തി. അവരാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എൻ്റെ പാർട്ടിയെയും എൻ്റെ പാർട്ടി നിയോഗിച്ച എന്നെയും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്കെതിരെ ഈ ഫ്രഷ് കട്ട് കൊടുത്ത ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാനായോ? എന്താണ് തീരുമാനം? ഒരു കേസ് കൂടി. കാരണം ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ അവിടെ ഏതോ CCTV പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിൽ സമയത്ത് ഇട്ടൊരു കേസാണ്. അപ്പോൾ ആ കേസ് കൂടി നിലനിൽക്കുന്നുണ്ട്. പിന്നെ 1-2 പെറ്റി കേസുകൾ, പിന്നെ വൈതടിയൽ തടഞ്ഞു എന്നുള്ള ഫ്രഷ് കട്ട് കൊടുത്ത കേസുകൾ എന്നാണ് ഇനി നിലനിൽക്കുന്നത്. അത് നാളത്തോട് കൂടിയിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അതുകൂടി തീർത്തിട്ട് വാർഡിലേക്ക് ഇറങ്ങി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് ഒളിവിൽ കഴിയുന്നവരെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ താമരശ്ശേരി പഞ്ചായത്ത് UDF ആണ് നേടിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഫ്രഷ് കട്ട് എന്ന ആ കമ്പനി അവിടുന്ന് മാറ്റുന്നത് വരെ ഈ സമരവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ജനാധിപത്യ രീതിയിലുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത്രയും കാലം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഒളിവിലായിരുന്നു. ഇനിയും അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്. അപ്പം ആ കേസുകൾ തീരുന്ന മുറയ്ക്ക് അദ്ദേഹം വാർഡുകളിലെത്തുകയും ആളുകൾക്കിടയിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഒപ്പം തന്നെ സമരസമിതി ചെയർമാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. വിഷ്ണു കേച്ചേരിക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.